ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ചെറിയൊരു മിനി ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പേപ്പറാണ് ആവശ്യം. ഞാൻ വേഗം വീഡിയോ തീർക്കും. ചെറിയൊരു ബുക്കല്ല, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒത്തിരി ലോങ് വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇതേപോലെ 2-3 പേപ്പേഴ്സ് എടുക്കണം. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ മടക്കി കട്ട് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ ആക്കൂല. കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ മടക്കി കട്ട് ചെയ്ത ശേഷം ഇതേപോലെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. കട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ ഇവിടെ നേരത്തെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സിമ്പിളാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചതും ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചതും കൂടി കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തത് ഇതേപോലെ നമ്മൾ ആക്കി കൊടുക്കണം. അത് നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് പേപ്പറോ കളർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. കറക്റ്റ് ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ പേപ്പറിൽ ഒരു സംഭവം ചെയ്യാനുണ്ട്. ഇതേപോലെ ഫുള്ളും അടുക്കി വെക്കണം. ഫുള്ളും ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നന്നാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കണ്ടോ, ഈ സൈഡിൽ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഫ്രണ്ട്സ് താഴെ കളിക്കുകയാണ്. ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം. അതിന് നമുക്ക് ഈ പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ വയ്ക്കുക. ഇത് കുറച്ചായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ ഇട്ട് ഇതേപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാക്കി വരുന്ന പേജ് നമുക്ക് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് കളയാം. ബാക്കിൽ ഒത്തിരി വരുന്ന പീസ് ഇത്തിരി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചിങ്ങനെ അവിടെ ഒട്ടിയിരുന്നോ. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെയിം അളവിൽ വേറൊരു ഗിഫ്റ്റ് പേപ്പർ എടുക്കണം. അത് കുറച്ച് പാടാണ് ഗിഫ്റ്റ് പേപ്പറൊക്കെ കിട്ടാൻ. അതിന് നമുക്ക് ഇതേ സെയിം അളവിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഗിഫ്റ്റ് പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ കളർ പേപ്പേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലിന് ഒട്ടിച്ചു കൊടുക്കാൻ സിമ്പിളാണ്. നമ്മൾ ഫ്രണ്ടിൽ ഒരു പേപ്പർ കാണുമല്ലോ, ഇതേപോലത്തെ ആ പേപ്പറിൽ ഫ്രണ്ടിൽ ഫുൾ ഓഫ് പശ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്ത ശേഷം ഈ ബാക്ക് ഉണ്ട്. ഈ ബാക്ക് നമുക്ക് ഈ പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. അതിങ്ങനെ നമ്മൾ ഈ അറ്റം വൃത്തിയോടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കൊടുക്കാം. അതിന് നമുക്ക് ഇതേപോലെ വൈറ്റ് വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ബുക്ക് ആയാലേ. ഇനി നമുക്ക് ബാക്കിൽ ഇതേപോലെ സെയിം പ്രോസസ്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നമുക്ക് അത്ര കാര്യം വെക്കണം. ഇതൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. അത് ബുക്സായാൽ അങ്ങനെയൊക്കെ കാണും. ഇനി നമുക്ക് ഇത് കണ്ടോ, ഈ എഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഹേറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പേപ്പറിലാണല്ലോ ഒട്ടിച്ചത്, അതുകൊണ്ട് ഇനി നമുക്ക് ഏതായിട്ട് മാറ്റാം. പിന്നെ ഇട പേജിൽ കീറിയിരിക്കുവേ ഈ പശ വരുന്നില്ല. അപ്പം നമ്മൾ ഈ നടുക്കൂടെ കീറിപ്പോയ പേജിൻ്റെ നടുക്കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടുക്കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ നമുക്ക് നടുക്കൂടെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെറിയൊരു മിനി ബുക്കായി. പക്ഷേ ഒരു ലോക്കിന് ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ നമ്മളിതൊന്ന് മടക്കി കൊടുക്കണം. ഇത് നമ്മൾ
നമുക്ക് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ബാക്കിലോട്ട് ചെന്നിട്ട് നമ്മൾ ഈ ഗിൽറ്റ് പേപ്പർ ഉണ്ടോ ഈ ഒരു ഭാഗം ഒരു സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം. ബാക്ക് നോക്കിയിട്ട് നല്ല ഈ കറക്റ്റ് ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതേ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ, ഒരു ഡയറി പോലെ. അയ്യോ ഗിൽറ്റ് പേപ്പർ ഒട്ടിക്കാൻ കുറച്ച് സൂക്ഷിക്കണം, കാരണം ഇതിങ്ങനെ വാശി നിൽക്കത്തില്ല ഒത്തിരി. അതൊന്ന് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിന്നോളൂ. അത് നമുക്കിതിനിങ്ങനെ കയറ്റുന്ന രീതിയിലാണ്. പക്ഷെ ഇത് ഒട്ടുന്നില്ല. നമുക്ക് മടക്കി കൊടുക്കാം. ഇവിടെ കയറ്റുന്ന പോലെ നമുക്ക് ഉണ്ടാക്കണ്ട. അതിന് വേണ്ടി നമ്മൾ ഗിൽറ്റ് ഫുള്ള് വെയിലാക്കി ഇതേപോലെ സെയിം ഒരു ഇതേപോലെ എനിക്ക് ബാക്കി ഗിൽറ്റ് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കണം. അതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമുള്ളൂ. കുറേ പീസ് കട്ട് ചെയ്ത ശേഷം നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നടുഭാഗം വിട്ടിട്ട് അറ്റവും ഈ അറ്റവും ഒന്ന് പശ തേച്ച് കൊടുക്കണം. ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ ലോക്ക് കണ്ടോ, ഈ കാണുന്ന പോലത്തെ ലോക്കില്ലേ, ഈ ലോക്ക്, ആ ലോക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ നിന്ന് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമുക്ക് അതിന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചിത് ഇങ്ങോട്ട് അറ്റത്തായിട്ട് ഇൻസൈഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഒട്ടി നിൽക്കുന്നില്ല, പക്ഷേ അത് കുഴപ്പമാണോ അതോ ഗിൽറ്റ് പ്രായമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് എന്തൊക്കെ ചെയ്യാം ഐ ഡോണ്ട് നോ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് കഷ്ടപ്പെട്ടിട്ട് ചോദിക്കുമ്പോഴേക്കാണ്. ഓക്കെ ഗൈസ്, അതിങ്ങനെ ഒട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇതേപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ഈ ഒരു ഗിൽറ്റ് പേപ്പർ ഉണ്ടോ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഫുള്ള് ഒട്ടിച്ച് കൊടുക്കണം. ഫുള്ള് ഒട്ടിച്ച് കൊടുക്കണം ഇതേപോലെ. ഇത് നമുക്ക് ഈ പേപ്പറോടെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ടടാ, ഇതേപോലെ ബാക്കിൽ ഇതും ഇതുപോലെ ആക്കി കൊടുക്കാം. നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന സൈഡ് നോക്കിയിട്ട് ഈ പേപ്പർ കണ്ടോ, ഈ പേപ്പറിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് സൈഡിൽ സെയിം പ്രോസസ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ നടുക്ക് നമുക്ക് ഒരു തോള വരുന്ന പോലെ ആക്കി കൊടുക്കാം. നടുക്കിപ്പോൾ ഇതൊരു കത്രയ്ക്ക് കയറാനുള്ള ഇട വരെയുണ്ട് ഗൈസ്. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഇനി ചെയ്തുണ്ടോ അപ്പോൾ നമുക്കൊരു പേപ്പറിലേക്ക് വീണ്ടും ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടി നമ്മൾ ഇത് ഫുള്ളും പശ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. നിങ്ങളുടെ കയ്യിൽ വേറൊരു എന്താ പറയുക ഫെവിക്കോളോ അല്ല നമുക്ക് ഈ മറ്റേ സൂപ്പർ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പശയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഫെവിക്കോളൊക്കെ ആകുമ്പോൾ കുറച്ച് പാടാണ് ഒട്ടിക്കാനൊക്കെ, പ്രത്യേകിച്ച് ഗിൽറ്റ് പേപ്പർ. കളർ പേപ്പറിലാകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല വേറെ പ്രത്യേകിച്ച്. എല്ലാവരും എൻ്റെ കളിയാണ്, ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കണം. അങ്ങനെ നമ്മളിതാ ഗിൽറ്റ് ഇവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു പണി വരുന്നുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം പണി എന്താണ്. നമുക്കിതൊരു ആരോ മാക്കുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഗൈസ് പണി. ഇത് കണ്ടോ, ഇതേപോലെ ഒരു അരമാർക്കുമല്ല കട്ട് ചെയ്യണം. എന്നാലേ ഈ ലോക്ക് ബുക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണമല്ലോ, നിൽക്കുന്നില്ല. കയറുന്നില്ല എൻ്റെ ഉള്ളിൽ. അതൊക്കെ കയറി ഇത് ഹാഫ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഇവിടെ വെച്ച് മടക്കിയതിന് ശേഷം ഇവിടെ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊട്ടി ഇത് ഓൾറെഡി അവിടെ കുറച്ച് പശ വന്നു. കുറച്ച് ഗിൽറ്റ് കൂടുതൽ
കൈ ഫുള്ള് ഇരിക്കാണ് കൈ തിളങ്ങുന്നു. ഞാൻ നേരത്തെ ഒരു പശ ഒട്ടിച്ചില്ലേ എന്ന് സെറ്റായില്ലെന്ന് തോന്നുന്നു, ഒട്ടുന്നില്ല. ഓക്കെ, ഇതേപോലെ നമ്മൾ ഒട്ടിച്ച ശേഷത്തെ ഈ ആരോ മാർക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോക്ക് ബുക്ക് ഉണ്ടായി കിട്ടും ഗൈസ്. ഇതേപോലെ പണി കിട്ടിയതുപോലെ ബാക്കിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി ഗൈസ്. നമുക്കിവിടെ കുറച്ച് തിക്നെസ് വന്നതുകൊണ്ടാണ് കാര്യമുണ്ട്. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ ലോക്ക് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു ലോക്ക് ഇങ്ങനെ ഊരെടുക്കുക. അതിങ്ങനെ നമുക്ക് ഈ പേജസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എഴുതാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ലോക്ക് ബുക്ക് സെറ്റാക്കാം. ഇങ്ങനെ നമുക്ക് ലോക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. കയറ്റാൻ കുറച്ച് ടഫാണ്, കാരണം നമ്മൾ പേപ്പർ അടിയിൽ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഇത് ഉണങ്ങിയാൽ മാത്രമേ ഇനി ഇത് സെറ്റ് ആകത്തുള്ളൂ. അതുവരെ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കാം. കേസ് ഇതാണ് നമ്മളുടെ ലുക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. പിന്നെ ഞാൻ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു കിറ്റിൻ്റെ ഒരു പെട്ടിയുണ്ട് എൻ്റെ കയ്യിൽ, കാണിച്ചു തരാം. ഇതുണ്ട്, ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന പീസസ് കളക്ട് ചെയ്ത് വെക്കുന്ന എനിക്കൊരു പെട്ടിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് എടുക്കാം. അതാ ഇതേപോലെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മളിത് മടക്കണം. ഞാൻ ഹേർട്ട് ഉണ്ടാക്കേണ്ട കാണിച്ചു തരാവേ. ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു പെൻസിൽ വെച്ച് കാണിക്കാവേ. ഒരു പെൻസിൽ വെച്ച് ഞാൻ വരച്ച് കാണിക്കാം. അതേപോലെ നിങ്ങൾ വരയ്ക്കണേ. ചേട്ടാ കുറച്ചൊരു ലോങ് ഒരു ഡൗട്ട്. ഇതേപോലെ വരച്ച് കൊടുക്കുക. അത് നമ്മൾ അതിന് മണ്ടയിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ചില താരങ്ങൾക്കൊന്നും ഇത് വരയ്ക്കാൻ ഇതുണ്ടാക്കാൻ അറിയത്തില്ല, അപ്പോൾ അത് അവർക്ക് വേണ്ടിയാണ്. പിന്നെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി വീഡിയോസൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ലോക്ക് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ എൻ്റെ നടുക്കുള്ളിൽ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്യാം. ചേടാ ഇപ്പം ഇതാണ് ഇന്ന് നമ്മുടെ ഒരു ക്യൂട്ട് ബുക്ക്. തിളങ്ങുന്നുണ്ടോ മക്കളെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു ലേറ്റർ.